ഈ ഡിസൈനാണ് നമ്മൾ ഈ ചുരിദാറിൻ്റെ നെക്കിലും സ്ലീവിലും കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഫോണിൽ പേപ്പർ കോപ്പി ഉപയോഗിച്ച് ഒരു ഓയിൽ പേപ്പറിലോട്ട് ആദ്യം അത് വരച്ചെടുക്കുന്നു. ആ വരച്ചെടുത്തതിനെ നമുക്ക് വർക്ക് ചെയ്യേണ്ട തുണിയുടെ മുകളിലേക്ക് വെച്ച് നമ്മൾ അത് ട്രേസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് കാർബണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യെല്ലോ വൈറ്റ് ഈ രണ്ട് കളറിലും കിട്ടും. നമ്മൾ തുണിയിൽ വരയ്ക്കാനായിട്ട് യെല്ലോ കാർബണും വൈറ്റ് കാർബണുമാണ് ഉപയോഗിക്കുന്നത്. അത് യെല്ലോ കാർബൺ ചില തുണികളിൽ വരച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തെളിയാത്തത് കൊണ്ട് വൈറ്റ് കാർബൺ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കേണ്ടി വരും. ഇവിടെ യെല്ലോ കാർബൺ ഉപയോഗിച്ച് വരച്ചിട്ട് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വൈറ്റ് കാർബൺ ഉപയോഗിച്ച് ട്രേസ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് സ്ലീവ് ബോട്ടത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അത് ഫുള്ളും നമ്മൾ വരച്ചെടുത്തു. അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗവും നമ്മൾ വരച്ചെടുത്തു. കഴുത്തകലവും കഴുത്തിറക്കവും അടയാളപ്പെടുത്തി അതിന് ചുറ്റുമായിട്ട് ഡിസൈൻ എങ്ങനെയാണോ വരേണ്ടത് അതുപോലെ വെച്ച് നമ്മളത് ട്രേസ് ചെയ്തെടുത്തു. ശേഷം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. ആരി എംബ്രോയ്ഡറിയുടെ ബേസിക്സ് ചെയിൻ സ്റ്റിച്ച് അറിയാവുന്ന ആളുകൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. നമ്മൾ നെക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ബീഡ്സ് ഡിസൈൻ കൊടുക്കാം. ഇങ്ങനെ റൗണ്ടായിട്ട് കുറച്ച് ബീഡ്സ് വെച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൗണ്ടൊക്കെ ചെയ്യാനായിട്ട് രണ്ടെണ്ണം വീതമാണ് ഇട്ട് ചെയ്യുന്നത്. സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻസൊക്കെ 3-4 വരെയൊക്കെ നമുക്ക് ഒന്നിച്ച് ബീഡ്സ് ഇട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റും. നെക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് 2 സ്ലീവ് ബോട്ടവും വർക്ക് ചെയ്യാൻ പോവുകയാണ്. രണ്ട് സ്ലീവിൻ്റെയും ബോട്ടമാണ് നമ്മൾ ഒന്നിച്ച് വരച്ച് ചെയ്തിരിക്കുന്നത്. ഇനി അത് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ 2 ലൈൻ്റെയും നടുക്കൂടെയുള്ള വരയിലൂടെ കട്ട് ചെയ്ത് രണ്ടാക്കും.
ബ്ലൗസിലും ചുരിദാറിലും ഒക്കെ നമ്മൾ ഷോൾഡർ ചേരുന്ന ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് അങ്ങനെയുള്ള ഭാഗം വരുമ്പോൾ ഒരു കട്ട് പീസ് എടുത്ത് കാണിയകലം കൂട്ടിയിട്ടുകൊണ്ട് നിങ്ങൾ ആ തുണിയുടെ സൈഡിലേക്ക് തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് എംബ്രോയ്ഡറി ചെയ്യുക. പക്ഷേ അത് കഴിയുമ്പോൾ ആ കട്ട് പീസ് അങ്ങ് അഴിച്ചു കളഞ്ഞാൽ മതി. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. പഫ് സ്ലീവാണ് വരുന്നത്. അതിനായിട്ട് പേപ്പർ കട്ട് ചെയ്ത് അത് തുണിയിലേക്ക് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഡ്രസ്സ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് സ്ലീവ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത്. പഫിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. നെക്ക് ഫുള്ള് ഡിസൈൻ ചെയ്തത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്.